വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാധാരണഗതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളും പ്രബോധനങ്ങളുമാണ് നാം ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്നത്. 265 മാർപ്പാപ്പ ആയിരുന്ന പരിശുദ്ധ ബെനഡിക്റ്റ് 16 കഴിഞ്ഞ ആഴ്ചയിലാണ് ദിവംഗതനായത്. അതായത് 2022 അവസാനത്തെ ദിവസം. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മങ്ങളോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹത്തിനുള്ള ഒരു ഹോമേജായി നമുക്കൊരു ബഹുമാനമായി കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ 265 മാർപ്പാപ്പയാണ് അദ്ദേഹം ആയിരുന്നു. 95 വയസ്സിലാണ്, അതായത് ഏറെക്കുറെ ഒരു നൂറ്റാണ്ട് ജീവിച്ചിട്ടാണ് പരിശുദ്ധ പിതാവ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം നടന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിലും ചത്തുരത്തിലുമായിട്ടാണ്. നമുക്കറിയാം, ജനുവരി 5 അത് നടന്നത്. 2005 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 19 ബെനഡിക്റ്റ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. 8 കൊല്ലങ്ങൾക്ക് ശേഷം 2013 ഫെബ്രുവരി 28 അദ്ദേഹം ത്യാഗം ചെയ്യുകയുണ്ടായി, രാജിവെക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനുള്ള ആരോഗ്യം എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ആ സ്ഥാനത്ത് തുടരുന്നതിൽ പ്രസക്തിയില്ല. ധീരോചിതമായ ഒരു തീരുമാനമാണ് അദ്ദേഹം നടത്തിയത്. ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. 600 കൊല്ലങ്ങൾക്ക് ശേഷം, ഏറെക്കുറെ 600 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു അവിസ്മരണീയ സംഭവമായിരുന്നു അത്. അതിനു മുമ്പ് 3-4 മാർപ്പാപ്പമാർ പ്രത്യേക സാഹചര്യത്തിൽ രാജിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വലിയ ഒരു ചരിത്ര സംഭവമാണ്. ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ തരത്തിലുള്ള ബഹുമാന ആദരവുകളും ലഭിക്കുന്ന വ്യക്തിയാണ് ഒരു മാർപ്പാപ്പ. വേറെ ആർക്കും അത്രമാത്രമുള്ള ഒരു സ്വീകാര്യത, ഒരു നേതൃത്വം ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. രാഷ്ട്രീയമായിട്ട് ചില ഭരണകൂടങ്ങൾ, ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നേതാക്കന്മാർക്ക് സ്ഥാനമുണ്ടെങ്കിലും ലോകം മുഴുവൻ ആദരിക്കുന്ന ധാർമ്മിക ശബ്ദം എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് ഇന്ന് ലോകത്ത് വലിയ സ്ഥാനമാണുള്ളത്. അതാണ് അദ്ദേഹം വേണ്ട എന്ന് വയ്ക്കാൻ തീരുമാനിച്ചത്. വേണമെങ്കിൽ മരണം വരെ അദ്ദേഹത്തിന് അതിൽ നിലനിൽക്കാവുന്നതാണ്. പക്ഷെ അതിന് തുനിയാതെ ആരോഗ്യമുള്ള, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന ആളിനു വേണ്ടി മാറിക്കൊടുക്കുന്ന ഒരു വലിയ സംഭവം, അത് അദ്ദേഹത്തെ പ്രത്യേകമായി വ്യതിരിക്തനാക്കുന്നു, എടുത്തു കാട്ടുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു വലിയ ധീരതയായിരുന്നു. അത് വിരോചിതമായ ഒരു തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാർപ്പാപ്പ വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. ചരിത്രത്തിലുള്ള പ്രഗത്ഭരായ ദൈവശാസ്ത്രജ്ഞന്മാരുടെ നിരയിൽ അദ്ദേഹവും പരിഗണിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. സെൻറ്റ് തോമസ് അക്വീനാസ്, സെൻറ്റ് അഗസ്റ്റിൻ, സെൻറ്റ് ബൊനവഞ്ചൂർ, നമുക്കറിയാം. ഇദ്ദേഹത്തെ ഈ വലിയ വിശുദ്ധരായ പണ്ഡിതന്മാരെ നന്നായി പഠിച്ച് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ദൈവശാസ്ത്രം ഈ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിൽ രചിച്ച വ്യക്തിയാണ് നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. 66 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളാണ്. മാർപ്പാപ്പ എന്ന നിലയിലുള്ള ചാക്രിക ലേഖനങ്ങളോ അപ്പസ്തോലിക ലേഖനങ്ങളോ അല്ല ഇത് എന്ന് നാം ഓർക്കണം. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മുഴുവൻ
വ്യക്തമാക്കുന്ന സഭാശാസ്ത്രത്തെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച്, യുഗാന്തത്തെക്കുറിച്ച് ധാരാളം ഈ തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി എഴുതിയിട്ടുണ്ട്. മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹം 3 ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് 3 വളരെ ചെറുതാണെങ്കിലും വളരെ പ്രസക്തമായ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും ഉത്തരം കൊടുക്കുന്ന ലേഖനങ്ങളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 4 അപ്പസ്തോലിക ലേഖനങ്ങൾ. സാധാരണഗതിയിൽ ഒരു സിനഡ് നടന്നു കഴിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ എഴുതപ്പെടുന്ന രേഖകളാണ് അപ്പസ്തോലിക ലേഖനങ്ങളായി പൊതുവെ അറിയപ്പെടുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളിൽ, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായിരുന്ന അവസരത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള 2 പുസ്തകങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. ക്രിസ്തീയതയ്ക്കൊരാമുഖം എന്നത് എല്ലാവരും പുകഴ്ത്തിയ ഒരു പുസ്തകമാണ്. പിന്നെ കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന പേരിലുള്ള പുസ്തകം, അത് പഠന വിഷയമാകേണ്ടതാണ്. കാലത്തിൽ വീണ്ടും പഠന വിഷയമാകും. മാർപ്പാപ്പ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രസംഗിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. വളരെ ലളിതമായി അദ്ദേഹം അത് അവതരിപ്പിക്കുന്നു. അതേസമയം എഴുത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. കുറേ കൃത്യത ഉണ്ടാകും എഴുതുമ്പോൾ, തെറ്റൊക്കെ തിരുത്തി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. സൂക്ഷ്മത നൽകാനും നമുക്ക് സാധിക്കും. പാണ്ഡിത്യത്തിൻ്റെ പൂർണ്ണത പ്രകടമാക്കാനും എഴുത്ത് സഹായിക്കും. അതുതന്നെയല്ല, വരും തലമുറകളിൽ അത് പഠന വിഷയമാക്കുന്നതിനും ഇടയാകും. അതുകൊണ്ടാണ് എഴുത്ത് അദ്ദേഹം വലിയ കാര്യമായി പരിഗണിച്ചത്. മറ്റൊരു പ്രത്യേകത നമ്മളെ കാണാൻ സാധിക്കുന്നത്, മാർപ്പാപ്പയായിരുന്നപ്പോഴും ചാക്രിയ ലേഖനങ്ങളോ അപ്പസ്തോലിക ലേഖനങ്ങൾക്കോ പുറമെ അദ്ദേഹം പല വിഷയത്തെക്കുറിച്ചും ആധികാരികമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നതാണ്. മാർപ്പാപ്പയായിരുന്ന കാലത്താണ് അദ്ദേഹം നസ്രത്തിലെ ക്രിസ്തു എന്ന പേരിൽ രചിച്ചത് ഒരു 3 വോളിയം പുസ്തകം. ഈശോയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പഠനമാണത് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ആധികാരികതയുണ്ട് അതിന്. അതെന്നും വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് മാർപ്പാപ്പയെ പറ്റി പറയാനായിട്ട് സാധിക്കുന്നത്. മാർപ്പാപ്പ 24 കൊല്ലത്തോളം മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് വിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പയുടെ കീഴിൽ വത്തിക്കാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുസംഘമായ വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റ് എന്ന നിലയിൽ വലിയ സേവനം ചെയ്യുകയുണ്ടായി. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. 24 കൊല്ലം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം, നമുക്കറിയാം, 20-ാം നൂറ്റാണ്ടിലെ വിവിധ ദൈവശാസ്ത്ര ചിന്താധാരകളെ വിലയിരുത്തുന്നതിനെ ശ്രമിച്ചിട്ടുണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കുറേയൊക്കെ ദൈവശാസ്ത്ര രംഗത്ത് തെറ്റായ പ്രവണതകളും രീതികളും ഒക്കെ വന്നപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഏറ്റവും അധികം സഹായിച്ചത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ്. ഏഷ്യയിലെ, യൂറോപ്പിലെ, തെക്കേ അമേരിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലെ ഒക്കെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ അല്പം വഴിവിട്ടുപോയി എന്ന് പറയാവുന്ന രേഖകളെ, പുസ്തകങ്ങളെ വായിച്ച് വിലയിരുത്തി തിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ അവരുടെ ആരുടെയും പേരുകൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ സേവനം ജോൺ പോൾ II മാർപ്പാപ്പയുടെ കാലത്ത് ജോസഫ് റാറ്റ്സിംഗർ, കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മെത്രാൻ ചെയ്തു എന്നത് സുദീർഘമാണ്. 2ാം വത്തിക്കാൻ കൗൺസിലിലെ വിദഗ്ധനായി ഒരു പെരിത്തൂസ് എന്ന് പറയും, വിദഗ്ധനായി മെത്രാന്മാരെ സഹായിക്കാൻ മുഴുവൻ സമയവും പങ്കെടുത്ത കർദിനാളായിരുന്നു നമ്മുടെ റാറ്റ്സിംഗർ.
അച്ഛനായിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം അതിൽ പങ്കെടുത്തത് ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ. പിന്നീട് അദ്ദേഹം മെത്രാനായി ഉയർത്തപ്പെട്ടു, കർദിനാളായി ഉയർത്തപ്പെട്ടു. പിന്നീട് വത്തിക്കാനിലേക്ക്, റോമിലേക്ക് വിളിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സേവനം. അതുകൊണ്ട് ഒത്തിരി കാലം സഭയുടെ നവീകരണത്തിന്, നന്മയ്ക്ക്, അതിൻ്റെ പരമ്പരാഗതമായ വിശ്വാസം, ധാർമ്മികത എന്നിവ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഈ മാർപ്പാപ്പ എന്നത് നമ്മൾ ഓർക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആശയങ്ങൾക്ക് പിൻബലവും അവന് നല്ല ആവിഷ്കാരവും നൽകുന്നതിനും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും വലിയ സേവനമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. പ്രീഫെക്റ്റ് ആയിരുന്ന കാലത്താണ്, വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്ന കാലത്താണ് കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ വലിയ ദൈവശാസ്ത്ര കാര്യങ്ങൾ നേരെ പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയത് എന്നത് പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ നാടിനെയും കൂടെ ബാധിച്ചതാണ്. നമ്മുടെ ഇന്ത്യയിലെ ദൈവശാസ്ത്രജ്ഞന്മാരെയും കുറേയൊക്കെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം എഴുതിയ അതിനൊരു മുന്നോട്ട് പോകുന്നതിനൊരു മാർഗരേഖ നൽകുന്ന ഒരു ഗ്രന്ഥം എഴുതി, കർത്താവായ ഈശോ. ഇത് എഴുതാനുള്ളൊരു പ്രത്യേക സാഹചര്യം നമ്മുടെ നാട്ടിൽ നിന്നാണ് അതിന് കൂടുതൽ പിന്തുണ ഉണ്ടായത് എന്നത് നമ്മൾ ഓർക്കണം. അതിനല്ല, ഈ ആശയത്തിനൊരു പിന്തുണയുണ്ടായത് എല്ലാ മതങ്ങളും തുല്യമാണ് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോയി. ഈശോ തന്നെ മറ്റു രക്ഷകന്മാരിൽ ഒരാളായി അവതരിപ്പിക്കാനുള്ള ഒരു പ്രവണത വന്നു. ഈശോയുടെ അതുല്യത, അനന്യത വേണ്ട രീതിയിൽ പ്രഖ്യാപിക്കാതെ വന്ന അവസരത്തിലാണ് അതിനൊരു കോട്ടമുണ്ടാകുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് കാർഡിനൽ റാറ്റ്സിംഗർ ഇങ്ങനെയൊരു പുസ്തകം എഴുതിയത്, കർത്താവായ ഈശോ. ഒരു വല്ലാത്ത ആപേക്ഷികത ദൈവശാസ്ത്രത്തിൽ കടന്നു വന്ന ഒരു കാലഘട്ടമാണ്. ധാർമ്മികതയിലും കടന്നു വന്നു. വസ്തുനിഷ്ഠമായ സത്യമില്ല, സാർവത്രികമായ ഒരു സത്യമില്ല എന്നൊക്കെ പറയുന്ന നിലപാടുകൾ, അത് നമ്മുടെ ദൈവശാസ്ത്രത്തിനും കത്തോലിക്ക വിശ്വാസത്തിനും ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. ഈശോയാണ് രക്ഷകൻ, ഏകരക്ഷകൻ എന്ന് പഠിപ്പിക്കുന്ന പ്രബോധനത്തിൽ നിന്ന് മാറി മറ്റ് രക്ഷകന്മാരിൽ ഒരാളായി അദ്ദേഹത്തെ തരം താഴ്ത്തി. അതുകൊണ്ട് കർദിനാളിൻ്റെ ഒരു വലിയ ശ്രമം നടന്നത് ഈ ആപേക്ഷികതയുടെ സ്വേച്ഛാധിപത്യം ചിന്താധാരയിൽ വന്നതിനെ പിടിച്ചു കെട്ടാനാണ്. നമുക്കറിയാം, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് റിലേറ്റിവിസം ദൈവശാസ്ത്രത്തിലൊക്കെ വന്നതാണ്, ധാർമ്മികതയിലൊക്കെ വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് റാറ്റ്സിംഗറുമൊക്കെ അതിന് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. സത്യത്തിൻ്റെ പ്രഭ, സ്പ്ലെൻഡർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാക്രിയ ലേഖനം എഴുതിയത്. ആ ചാക്രിയ ലേഖനം വസ്തുനിഷ്ഠമായ സത്യത്തെ ഉറപ്പിക്കുന്നതാണ്, ധാർമ്മികതയിലെ സ്ഥിരമായ പ്രബോധനത്തെ ഉറപ്പിക്കുന്നതാണ്. ആ തരത്തിലുള്ള അതിലൊക്കെ വലിയ സംഭാവന ചെയ്യാൻ നമ്മുടെ പരിശുദ്ധ പിതാവിന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും പ്രീഫെക്റ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ, വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ചെയ്ത ഒരു വലിയ സേവനം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെയാണ് ഭരമേൽപ്പിച്ചത്. ലോകത്തിലുള്ള എല്ലാ മെത്രാന്മാരുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക തിരുസഭയുടെ യഥാർത്ഥമായ പ്രബോധനം അവതരിപ്പിക്കാൻ വലിയ ഒരു ദൗത്യമാണ് ഏൽപ്പിക്കപ്പെട്ടത്. നാം വിശ്വസിക്കുന്നത് എന്താണ്, നാം ജീവിക്കുന്നത് എന്താണ്, നാം ആചരിക്കുന്നത് എന്താണ്, നാം പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്നീ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം
നമുക്ക് ബൈബിളിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണിത്. നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് ആവശ്യമാണ്. 1992 അത് എഴുതുന്നത്. അത് വലിയ ഒരു സംഭവമാണ്. പിന്നീട് ബെനഡിക്ട് 16 മാർപ്പാപ്പയായ ആ അവസരനെ തുടർന്ന് ഈ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഒരു ബൃഹത്തായ ഗ്രന്ഥമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് എല്ലായിടത്തുമുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള മതബോധന ഗ്രന്ഥങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠിക്കാനുള്ളത് തയ്യാറാക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ്. അങ്ങനെ വിശ്വാസ സ്ഥിരത ഉറപ്പിക്കാൻ, വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണിത്. മാർപ്പാപ്പ അതുകൊണ്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ, അദ്ദേഹം മാർപ്പാപ്പയായതിനു ശേഷം ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 2 വേർഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ഒരു സംഗ്രഹം, വലുതായത് എല്ലാവരും വായിക്കാൻ സാധിക്കില്ലായിരിക്കും. അതുകൊണ്ട് എല്ലാവരിലേക്കും അതിൻ്റെ സത്യം എത്തണം എന്ന ചിന്തയോടെ ചോദ്യോത്തര മാതിരിയിൽ അതിൻ്റെ സംഗ്രഹമുണ്ടാക്കി. പിന്നീട് യുവജനങ്ങളിലേക്കാണല്ലോ ഇത് കടന്നു പോകേണ്ടത് എന്ന് കരുതി യുവജനങ്ങൾക്ക് വേണ്ടി ഒരു മതബോധന ഗ്രന്ഥം, ഈ ആശയങ്ങൾ തന്നെ കുറേ കൂടി അവരുടെ ഭാഷയിലും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലും യു ക്യാറ്റ് എന്ന പേരിലും ഇറക്കുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്, അതിൻ്റെ അകത്ത് മാറ്റമുണ്ടാകരുത്. അദ്ദേഹം ഒരു യാഥാസ്ഥിതികനാണ് എന്നൊക്കെ പറയാനിടയായ കാരണം ആ വിശ്വാസം കാത്തു പരിപാലിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. വളരെ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജിവെക്കാനൊക്കെ തയ്യാറാകുന്നത് ഒരു യാഥാസ്ഥിതികത്വത്തിൽ നിന്ന് വരുന്നതല്ല, ഒരു വലിയ ഉൾപ്രതിഷ്ണുതയിൽ നിന്നാണ് അത് വരുന്നത് എന്ന കാര്യം നമുക്ക് ഓർക്കണം. അപ്പോൾ ഇത് ഈ മാർപ്പാപ്പ ചെയ്ത ഏതാനും കാര്യങ്ങളാണ് ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോയത്. പ്രത്യേകിച്ച് അദ്ദേഹം എഴുതിയ ചാക്രിക ലേഖനങ്ങൾ, ആ ചാക്രിക ലേഖനങ്ങളിലൂടെ മാർപ്പാപ്പ പറയാനായിട്ട് ശ്രമിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലാദ്യം എഴുതിയത് ദൈവം സ്നേഹമാകുന്നു എന്ന കാര്യമാണ്. ഒരു റിലേറ്റിവിസം, ഒരു നിരീശ്വരവാദം, ദൈവനിഷേധമൊക്കെ നിലനിൽക്കുന്ന ഒരു ലോകത്താണ് മാർപ്പാപ്പ ശക്തമായി ദൈവം എന്താണ് എന്ന് പറഞ്ഞ് വയ്ക്കുന്നത്, ദൈവം ആരാണ് എന്ന് പറഞ്ഞ് വയ്ക്കുന്നത്, ദൈവം സ്നേഹമാണ് എന്ന ആ സന്ദേശം അവതരിപ്പിക്കുന്നത്. അതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു ചാക്രിക ലേഖനമാണ് പ്രതീക്ഷയിൽ രക്ഷ. രക്ഷ പ്രതീക്ഷയിലാണ്. ദൈവിക പുണ്യങ്ങളാണല്ലോ നമുക്കറിയാം, സ്നേഹവും പ്രത്യാശയും. പിന്നീട് അദ്ദേഹം എഴുതിയ ഒരു ചാക്രിക ലേഖനമാണ് സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ആധികാരികമായി പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം സത്യത്തിലും വസ്തുനിഷ്ഠതയിലും കാര്യങ്ങൾ കാണാനുള്ള, പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. വലിയ പാണ്ഡിത്യത്തോടെ അവതരിപ്പിക്കാനായി മാർപ്പാപ്പയുടെ ഒരു പ്രബോധന രീതി, ഞാൻ പറഞ്ഞില്ല, ഗ്രന്ഥങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. 64 പുസ്തകങ്ങൾ, വലിയ ഗ്രന്ഥങ്ങൾ, അമൂല്യമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് താൻ എഴുതുന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ രേഖകളും തന്നെ, പ്രധാനപ്പെട്ട എഴുത്തുകളൊക്കെ മറ്റുള്ളവർ എഴുതിയിട്ടുള്ളത് അപഗ്രഥിച്ചിട്ട് അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഏതൊക്കെയാണ് എതിർപ്പുകൾ വരാൻ സാധിക്കുന്നത് അത് മുഴുവനും എടുത്ത് അവതരിപ്പിച്ചിട്ടാണ് മാർപ്പാപ്പ തൻ്റെ ബോധ്യങ്ങളും തൻ്റെ അറിവും വിജ്ഞാനവും വലിയ വിജ്ഞാനിയായ ആ മാർപ്പാപ്പ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം ആ ഒരർത്ഥത്തിൽ നമുക്ക് തീരാ നഷ്ടമാണ്. എങ്കിലും നമുക്ക് ജനിച്ചാൽ മരിക്കണമല്ലോ, അത് നമ്മൾ ഓർക്കേണ്ടതാണ്, അദ്ദേഹത്തെ നന്ദിയോടെ കാണേണ്ടതാണ് എന്നത് നമുക്ക് ഓർക്കാം. വലിയ ഒരു ദൈവഭക്തൻ, സ്നേഹത്തിൻ്റെ വക്താവാണ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഈ സനാതന സത്യം മുറുകെ പിടിക്കാനുള്ള ശ്രമത്തോടൊപ്പം പാരമ്പര്യം, വസ്തുനിഷ്ഠമായ ധാർമ്മികതയും ധാർമ്മിക തത്വങ്ങളും മുറുകെ പിടിക്കുന്നതോടൊപ്പം
അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, നിലകൊണ്ട ഒരു മൂല്യം, ഐക്യവും സ്നേഹവും എല്ലായിടത്തും വളർത്തപ്പെടണം, അത് നഷ്ടപ്പെടാൻ ഇടയാകരുത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആളുകളോട് വലിയ ഐക്യവും സ്നേഹവും കരുണയും കാണിച്ചൊരു മാർപ്പാപ്പയാണ്. ദൈവസ്നേഹവും മൂല്യബോധവും ഇല്ലാത്ത സാങ്കേതിക പുരോഗതി ലോകത്തിന് അപകടകരമാണ്, ഭീഷണിയാണ് എന്ന് ശക്തമായി ധീരതയോടെ പറഞ്ഞിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് നമ്മോട് വിട പറഞ്ഞ് പോയത് എന്ന് നമ്മൾ ഓർക്കണം. ഈശോയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. കർത്താവായ ഈശോ എന്ന പുസ്തകം, കർത്താവായ ഈശോ എന്ന ഗ്രന്ഥം, നസ്രത്തിലെ ഈശോ എന്ന പുസ്തകം, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈശോയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു, ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവെ വളരെ ലോലമായ വാക്കുകളിലാണ്. നമ്മളറിയാം, മരണത്തോടടുത്ത നിമിഷത്തിലാണ് അദ്ദേഹം പറയുന്നത്, കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ചവനാണ്. അപ്പം ആ ഒരു തരത്തിൽ നമ്മൾ പിതാവിനെ കാണണം. അതാണ് നമുക്ക് പാഠമായി സ്വീകരിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ വിൽപത്രമുണ്ട്. നമ്മളത് വായിക്കാൻ അവസരമുണ്ടായി എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും. അദ്ദേഹം അതിൽ ലോകത്തോടെ പറയുന്നത്, തൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടെ പറയുന്നത്, വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കണം. അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ഉറപ്പ്, ശക്തി നൽകുന്നത്. കുഴപ്പത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഇന്നത്തെ ലോകത്തിൽ ആപേക്ഷികതാ സിദ്ധാന്തമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമാണ്. പ്രയോജനവാദം നോക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് യൂട്ടിലിറ്റേറിയനിസം. നമുക്ക് ലോകം മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ഒരു കൾച്ചറിലേക്ക് വരുന്നത്, അതിനെതിരെയൊക്കെ നിന്ന മനുഷ്യനാണ് ഈ മാർപ്പാപ്പ. ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ, ഈ കേരളത്തോട് വലിയ ഒരു ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. മനുഷ്യരോട് നല്ല ബന്ധം പുലർത്തുന്ന മനുഷ്യനാണ്, എളിയ മനുഷ്യനാണ്, ശാന്തനാണ്. കാര്യങ്ങൾ ഒരു തലക്കനത്തോടെയല്ല എപ്പോഴും നടക്കുന്നത്. എല്ലാവരോടും ഒരു ബന്ധപ്പെടുന്ന പ്രകൃതം പരിശുദ്ധ പിതാവിന് ഉണ്ടായിരുന്നു. അത് എല്ലാവരും, അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ മെത്രാന്മാരും ഡോക്ടർമാരും ഒക്കെ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല വൈദികരും അവരുടെ അനുഭവം പറയുകയുണ്ടായി. എനിക്കും അങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചേരുന്ന ഒരു ഭക്ഷണം കഴിക്കാനിടയായി. 1999 ഏഷ്യൻ സിനഡിൻ്റെ സമാപനത്തിൽ നൽകപ്പെട്ട ഒരു വിരുന്നിൽ ഞങ്ങൾ അടുത്തിരുന്നാണ് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് തന്നെ പെരുമാറിയതും ആ 2 മണിക്കൂർ നേരം ആ ഭക്ഷണ സമയം മുഴുവൻ ചോദ്യങ്ങൾ ചോദിച്ചതും എല്ലാം എന്തൊരു, നമുക്കറിയാം, ഒരു വലിയ ആൾ. അന്ന് അദ്ദേഹം വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റാണ്. മാർപ്പാപ്പ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം അദ്ദേഹത്തിനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ മനുഷ്യനെ എടുക്കുന്ന ഒരു, നമ്മളോടൊക്കെ കാണിക്കുന്ന ഒരു മാന്യത, ഒരു സ്നേഹം, കരുണ അത്ഭുതപ്പെടുത്തുന്നതാണ്, അതിശയിപ്പിക്കുന്നതാണ് എന്നേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ദൈവം കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്, അദ്ദേഹം വളർത്തിയെടുത്ത കാരുണ്യമാണ്, കുടുംബ പശ്ചാത്തലമാണ്, വലിയൊരു കൂട്ടായ്മയുടെ, വലിയ സ്നേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വൈദികനായിരുന്നു. അടുത്ത കാലത്താണ് അദ്ദേഹവും മരിക്കുന്നത്. എന്തൊരു സ്നേഹം, സഹോദരി അവരെ ശുശ്രൂഷിച്ചിരുന്നത്. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സത്യത്തിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഒരു മാർപ്പാപ്പ വേറൊരു മാർപ്പാപ്പയ്ക്ക് സംസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, പിന്നീട് നടന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. രാജിവെച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്, പുതിയ മാർപ്പാപ്പ വന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. പറഞ്ഞത് എന്താണ്? ബെനഡിക്റ്റ് അങ്ങ് കർത്താവിന് വേണ്ടി പറഞ്ഞത് അതിൻ്റെ പൂർണ്ണതയിൽ അവിടുത്തെ സ്വരം സ്വർഗത്തിൽ കേൾക്കാൻ ഇടയാകട്ടെ എന്നാണ് പറഞ്ഞത്. എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത് സമയമായതുകൊണ്ടാണ്. ജനക്കൂട്ടം മുഴുവനും സംസ്കാര കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ വിളിച്ചു പറഞ്ഞ് സുബിത്തോ സാന്തോ, പെട്ടെന്ന് വിശുദ്ധനാകട്ടെ എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ,
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചപ്പോഴും ജനങ്ങൾ ബാനർ പിടിച്ചുകൊണ്ടിരുന്നത് സുബിത്തോ സാന്തോ എന്നാണ്. വളരെ വിശുദ്ധമായ, താപസികമായ, പ്രാർത്ഥനാപൂർണമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ്. റിട്ടയർ ചെയ്തപ്പോൾ പറഞ്ഞത്, ഞാൻ അടുത്തുണ്ടായിരിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. ആ ഒരു ചൈതന്യമൊക്കെ നമ്മുടെ ആത്മീയതയുടെ ഭാഗമാകാൻ നമുക്ക് ഈ മാർപ്പാപ്പയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തിന് നിത്യശാന്തി നൽകട്ടെ. അവിടുത്തെ സവിധത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്, അത് നമുക്കും അനുഭവവേദ്യമാകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.